1 മാസത്തിന് മേളിലായിട്ടോ ഈ ചട്ടികൾ മേടിച്ചിട്ട്. ഇന്നിപ്പോൾ ഇതിൽ രണ്ടെണ്ണത്തിന് മോചനം കിട്ടുന്ന ദിവസം കേട്ടോ. വീടിന്റെ അടുത്ത് ഇതുപോലെ ചട്ടി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ടേ. അവിടെ ആണെങ്കിൽ നല്ല വിലക്കുറവിന് കേട്ടോ ഇതുപോലത്തെ ചട്ടികളൊക്കെ 40 രൂപയേ ഉള്ളൂ. സാധാ കടയിലൊക്കെ ഇതിന് ഭയങ്കര വിലയുവോ, തീരെ കട്ടിയുമില്ല സിമെന്റ് ചട്ടിക്ക്. പക്ഷെ ഇതിന് നല്ല കട്ടിയും ഉണ്ട്, നിന്നോളുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ചട്ടിക്ക് ഭയങ്കര ഡിമാൻഡും. എപ്പോൾ പോയാലും അവിടെ കാണത്തുമില്ല. എല്ലാവരും ബൾക്കായിട്ട് അങ്ങ് മേടിച്ചോണ്ട് പോകും. അപ്പം കഴിഞ്ഞ തവണ അപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു 5-6 ഉള്ളായിരുന്നു, അതങ്ങ് മേടിച്ചതാ. അവിടെ ആണെങ്കിൽ മതിലേലാണെങ്കിൽ 2 ചെടി നിപ്പുണ്ട്, 2 ചട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ക്യാമറ ആയതുകൊണ്ട് ഈ ഒരു ചെറിയ ചട്ടി അവിടെ വെക്കാനൊക്കത്തുള്ളൂ. അല്ല പിന്നെ വലിയ ചട്ടി വെച്ചാൽ ക്യാമറ അങ്ങ് മറഞ്ഞു പോകും. അപ്പൊ പിന്നെ അവിടെ ആണെങ്കിൽ ഇവിടെ ഓൾറെഡി നിന്ന് ഒരു ചെടി ഉണ്ടായിരുന്നു, വെയിലത്ത് നിന്നാണ്. ഒരു നീലപ്പൂ ഉണ്ടാകുന്ന ചെടി. അപ്പം മതിലേൽ തണലായതുകൊണ്ട് അതങ്ങോട്ട് പൂക്കൊന്നുമില്ല. അപ്പൊ പിന്നെ ഇതങ്ങോട്ടങ്ങ് വെക്കാന്ന് വിചാരിച്ചു. ഇതിനാകുമ്പോൾ വലിയ വെയിലൊന്നും വേണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു മൂട് വെച്ചാൽ മതി, ചട്ടി നിറച്ചങ്ങ് ഭംഗിയോടെ നിറഞ്ഞങ്ങ് നിൽക്കുകയും ചെയ്യും. തൈകളെല്ലാം വന്ന് നല്ല ഭംഗിയാവും. ചട്ടിയെല്ലാം അങ്ങ് വലിയ കെയറും വേണ്ടല്ലോ ഇതിനാണെങ്കിൽ. ഈ സ്നേക്ക് പ്ലാന്റിന്റെ ഒരു 2-3 വെറൈറ്റി ഉണ്ട് ഇവിടെ. എന്നാലും ഓരോ തവണ കടയിൽ പോകുമ്പോഴും വേറെ വേറെ വെറൈറ്റി ആണ്. വെറൈറ്റി എന്തോ ഈ ഡിസൈൻ, ഇലയിലെ ഡിസൈൻ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം കാണുമ്പോൾ തോന്നും ഇത് നമ്മുടെ ഇല്ല, ഇത് എനിക്കൊന്ന് വെയിലിന്റെ വ്യത്യാസം കൊണ്ടും വല്ല വരുന്നതാണെന്ന് അറിയത്തില്ല. പിന്നെ ഇതിപ്പോൾ വേണ്ട മണ്ണിന്റെ കുറച്ച് ചാണകം കൂടെ അവസാനം ഇട്ട് കൊടുത്തു കേട്ടോ. മണ്ണ് കുഴച്ചപ്പോൾ കുറച്ച് ചാണകം ഇട്ടായിരുന്നു, പിന്നെ ആ മേളിൽ കുറച്ച് ചാണകം കൂടെ ഇട്ടതാ. വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടില്ല, കുറച്ച് വെള്ളം കൂടെ നനച്ചങ്ങ് വെച്ചു.